മനുഷ്യജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ ചിന്തയും, ഓരോ പ്രയത്നവും ഏതെങ്കിലും ഒരിഷ്ടത്താലോ ആഗ്രഹത്താലോ നയിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ഈ ലോകത്തിലേക്ക് ആകർഷിക്കുന്നതും അല്ലെങ്കിൽ വീണ്ടും പരമാത്മാവിലേക്ക് തിരികെ പോകാൻ പ്രേരിപ്പിക്കുന്നതും ഈ ആഗ്രഹം തന്നെയാണ്. ആത്മീയതയുടെ ഒരു അതുല്യ ശാസ്ത്രജ്ഞനായിരുന്ന പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഭൗതികമോ ആത്മീയമോ ആയ ഓരോ വലിയ മാറ്റവും ഒരു വിശുദ്ധമായ ആഗ്രഹത്തിന്റെ വിത്തിൽ നിന്നാണ് മുളച്ചുവരുന്നത്. എന്നാൽ ഓരോ ബന്ധനത്തിനും, ഓരോ ദുഃഖത്തിനും, ഓരോ മോഹത്തിനും പിന്നിലുള്ള വേരുകൾ അനിയന്ത്രിതവും അശുദ്ധവുമായ ആഗ്രഹങ്ങളാണ് എന്നതും അത്രതന്നെ സത്യമാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്തെങ്കിലും ആകർഷിക്കുന്നതിനു മുൻപ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ആഗ്രഹമാണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ, അതോ പുറം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണോ? യോഗാനന്ദജി പഠിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം എന്നല്ല, മറിച്ച് ആഗ്രഹങ്ങളെ മനസ്സിലാക്കണം, അതിന്റെ സ്വഭാവം തിരിച്ചറിയണം, അതിനുശേഷം അതിനെ ശുദ്ധീകരിക്കണമെന്നാണ്. ഒരു സാധകൻ ഞാൻ പണം ആഗ്രഹിക്കുന്നു, ഞാൻ സ്നേഹം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിജയം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചം അത് കേൾക്കുന്നു. പക്ഷേ പ്രപഞ്ചം വാക്കുകളെയല്ല, മറിച്ച് ബോധത്തെയാണ് കേൾക്കുന്നത്. ആ ആഗ്രഹത്തിനു പിന്നിൽ ഭയം, അത്യാഗ്രഹം, മത്സരബുദ്ധി, അസഹിഷ്ണുത എന്നിവയുണ്ടെങ്കിൽ ആ തരംഗം പ്രപഞ്ചത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. അതിന്റെ ഫലമായി ആകർഷിക്കാനുള്ള പ്രക്രിയയ്ക്ക് തടസ്സം വരുന്നു, അല്ലെങ്കിൽ വികൃതമായ ഫലങ്ങളുണ്ടാകുന്നു. യോഗാനന്ദൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ ആഗ്രഹവും ഒരു വൈദ്യുത പ്രവാഹം പോലെയാണ് എന്നാണ്. ആ പ്രവാഹം ശുദ്ധമാണെങ്കിൽ അത് നമ്മളെ പ്രപഞ്ചത്തിന്റെ ശക്തമായ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്നു. അത് മലിനമാണെങ്കിൽ അത് നമ്മളെ ഭ്രമത്തിലേക്കും മോഹത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നു. എന്താണ് ശുദ്ധമായ ആഗ്രഹം? അതൊരു പ്രത്യേകതരം ആഗ്രഹമല്ല, മറിച്ച് ഒരവസ്ഥയാണ്. നമ്മുടെ വികാരങ്ങളും ബോധവും ലക്ഷ്യവും ഒരുമിച്ച് ഒരു ഒഴുക്കിൽ മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. നമ്മൾ നമ്മുടെ ആഗ്രഹം ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കുമ്പോൾ അത് യാചിക്കുന്ന ഭാവത്തിലല്ല, മറിച്ച് സമർപ്പണത്തിന്റെയും വിശ്വാസത്തിന്റെയും അവസ്ഥയിലായിരിക്കുമ്പോൾ ആ ആഗ്രഹം നമ്മുടേതു മാത്രമല്ലാതായി മാറുന്നു. അത് പ്രപഞ്ചത്തിന്റെ കൂട്ടായ ബോധത്തിന്റെ ഒരു ഭാഗമായിത്തീരുന്നു. യോഗാനന്ദൻ ഇതിനെയാണ് കോസ്മിക് വിൽ എന്ന് വിളിക്കുന്നത്. അതായത് വ്യക്തിപരമല്ലാത്ത സാർവത്രികമായ ആഗ്രഹം. ഒരാഗ്രഹം ഈ തലത്തിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അത് ആകർഷണ പ്രക്രിയ സ്വയം ആരംഭിക്കുന്നു, ഒരു പോരാട്ടവുമില്ലാതെ, നിർബന്ധങ്ങളില്ലാതെ. ഇതാണ് യോഗാനന്ദൻ എഫേർട്ട്ലെസ് മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്ന അവസ്ഥ. ധ്യാനത്തിലിരിക്കുക, നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹത്തെ ഹൃദയത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക. ഇനി ചോദിക്കുക, ഈ ആഗ്രഹം എന്റെ ആത്മീയ വളർച്ചയെ സഹായിക്കുമോ? ഇത് എന്നെ പരമമായ സത്യത്തിലേക്ക് അടുപ്പിക്കുമോ, അതോ ഈ ലോകത്തിൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് എന്നെ വലിച്ചിടുമോ? നിങ്ങൾ പൂർണ്ണ സത്യസന്ധതയോടെ ഉത്തരം കണ്ടെത്തുമ്പോൾ ആ ആഗ്രഹത്തിന്റെ വിത്തിനുള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. സ്നേഹമോ, ഭയമോ, ഇല്ലായ്മയോ, അതോ സത്യമോ? ആഗ്രഹമില്ലായ്മയിൽ നിന്നാണുണ്ടാകുന്നതെങ്കിൽ അത് കൂടുതലില്ലായ്മയെ മാത്രമേ ജനിപ്പിക്കൂ. എന്നാൽ ഒരു കലാകാരൻ ഒരു സൃഷ്ടിയുണ്ടാക്കുന്നതുപോലെയോ ഒരു യോഗി ധ്യാനിക്കുന്നതുപോലെയോ അത് പൂർണ്ണതയുടെ വികാരത്തിൽ നിന്നാണ് ജനിക്കുന്നതെങ്കിൽ അത് പ്രപഞ്ചത്തിലെ ഊർജ്ജത്തെ ആകർഷിക്കും, ഒരു ചന്ദ്രൻ കടൽ തിരകളെ വലിക്കുന്നതുപോലെ. യാതൊരു പരിശ്രമവുമില്ല, വെറും യോജിപ്പ് മാത്രം. പരമഹംസ യോഗാനന്ദൻ ഇതും പറയുന്നു, ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുന്നത് ഒരു മാനസിക വ്യായാമം മാത്രമല്ല, ഇത് ഒരു ജീവനുള്ള സാധനയാണ്. ഇത് ധ്യാനം, പ്രാർത്ഥന, സേവനം, ആത്മപരിശോധന എന്നിവയുടെ ഒരു തുടർച്ചയായ ചക്രമാണ്. ഓരോ തവണയും നിങ്ങൾ പ്രതീക്ഷകളില്ലാതെ സേവനം ചെയ്യുമ്പോൾ, ഒന്നും ആവശ്യപ്പെടാതെ ധ്യാനത്തിൽ മുഴുകുമ്പോൾ, നന്ദിയോടെ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോധത്തിന്റെ പാളികളെ ശുദ്ധീകരിക്കുകയാണ്. ബോധം ശുദ്ധമാകുമ്പോൾ ആഗ്രഹത്തിന്റെ വിത്ത് ഫലഭൂയിഷ്ഠവും സമതുലിതവും ഈശ്വരന്റെ പ്രകാശത്താൽ നനയ്ക്കപ്പെട്ടതുമായ ഭൂമിയിൽ വീഴുന്നു. ആധുനിക ലോ ഓഫ് അട്രാക്ഷൻ ചിന്തകർ പറയുന്നു, ചിന്തകൾക്ക് ശക്തിയുണ്ടെന്ന്. പക്ഷെ യോഗാനന്ദൻ പറയുന്നു, ബോധത്തിനാണ് ശക്തിയെന്ന്. ചിന്തകൾ മാറിയേക്കാം, എന്നാൽ നിങ്ങളുടെ ചിന്ത എങ്ങനെ പ്രപഞ്ചത്തിലെത്തുമെന്ന് നിർണയിക്കുന്നത് ബോധത്തിന്റെ അവസ്ഥയാണ്. അത് ഭ്രമത്തിൽ നഷ്ടപ്പെടുമോ, അതോ വ്യക്തമായ പ്രകാശം പോലെ ആ വസ്തുവിനെ ആകർഷിച്ചു കൊണ്ടുവരുമോ? ഹൃദയത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ലാത്തപ്പോഴാണ് ബോധം ശുദ്ധമാകുന്നത്. നിങ്ങൾ കേവലം ആവശ്യപ്പെടുക മാത്രമല്ല, ആകർഷിക്കുക മാത്രമല്ല, മറിച്ച് നിങ്ങൾ സ്വയം ആ വസ്തുവിന് യോഗ്യനായി മാറുമ്പോൾ. ഒരു സൂര്യനു മുന്നിൽ ഒരു വിളക്ക് സ്വയം തെളിയുന്നതുപോലെ ഒരു ശുദ്ധനായ സാധകന്റെ ആഗ്രഹം പ്രപഞ്ചത്തിനു മുന്നിൽ പറയാതെ തന്നെ നിറവേറുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ, അത് പണമോ, സ്നേഹമോ, വിജയമോ, ആരോഗ്യമായാലും, അതിനു മുൻപ് ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ആഗ്രഹം എനിക്ക് മാത്രമുള്ളതാണോ, അതോ മറ്റുള്ളവരുടെ നന്മയ്ക്കും ഇത് സഹായിക്കുമോ? ഇത് എന്റെ ഉള്ളിലെ ഭയത്തിൽ നിന്ന് ജനിച്ചതാണോ, അതോ സ്നേഹത്തിന്റെയും വികാസത്തിന്റെയും വികാരത്തിൽ നിന്ന്? ഇതില്ലാതെയും ഞാൻ പൂർണ്ണനാണോ, അതോ ഇത് എന്റെ പൂർണ്ണതയുടെ ഒരു മിഥ്യാബോധമായി മാറിയോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശാന്തമായും നിഷ്കളങ്കമായും ഉത്തരം നൽകാൻ കഴിയുമ്പോൾ ആ ആഗ്രഹം ശുദ്ധമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വെറുമൊരു വാക്കല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള സൂക്ഷ്മലോകത്തിന് രൂപം നൽകുന്ന ഒരു ഊർജ്ജമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് യോഗാനന്ദൻ പറയുന്നത്, ആവശ്യപ്പെടരുത്, ആകർഷിക്കുക.
ആവശ്യപ്പെടുന്നതിൽ ഒരു ദ്വൈതമുണ്ട്, അതായത് നിങ്ങളും ദൈവവും വേർപെട്ടവരാണെന്ന തോന്നൽ. എന്നാൽ ആകർഷിക്കുന്നതിൽ ഒരു അദ്വൈതമുണ്ട്, അവിടെ നിങ്ങൾ സ്വയം പ്രപഞ്ചത്തിന്റെ തരംഗമായി മാറുന്നു. ആത്മാവ് ശുദ്ധമാകുമ്പോൾ അത് ആവശ്യപ്പെടുന്നില്ല, അത് വെറും പ്രകടിപ്പിക്കുന്നു. കാരണം അതിൽ ഇനി ഒരു വൈരുദ്ധ്യവുമില്ല, ഒരു അപൂർണതയുമില്ല. അത് ദൈവത്തിന്റെ ആഗ്രഹമായി മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന് സൃഷ്ടി പോലുമുണ്ടായി. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ അപൂർണമായി തുടരും? നിങ്ങൾ എന്തെങ്കിലും നേടാൻ ശ്രമിക്കുമ്പോൾ സാധാരണയായി നിങ്ങൾ ചിന്തിക്കുന്നത് അതിനായി പ്രയത്നിക്കേണ്ടിവരുമെന്നും പദ്ധതികൾ ഉണ്ടാക്കേണ്ടിവരുമെന്നും കഠിനാധ്വാനം ചെയ്യേണ്ടിവരുമെന്നുമാണ്. എന്നിട്ടാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. എന്നാൽ യോഗാനന്ദൻ ഈ ചിന്തയിൽ നിന്ന് ഒരു പടി മുന്നോട്ടു പോകുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആകണം എന്ന് അദ്ദേഹം പറയുന്നു. ഇത് വെറുമൊരു വാക്കുകളുടെ കളിയല്ല, ഇത് ബോധത്തിന്റെ ശാസ്ത്രമാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ തരംഗം സദ്ഗുണങ്ങളാൽ നിറഞ്ഞ് ശാന്തവും കേന്ദ്രീകൃതവുമായ ബോധമാണ്. ബോധമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ചലിക്കുന്ന ഒരു പ്രകമ്പനം. ഈ ബോധം നിങ്ങളുടെ ഉള്ളിൽ വ്യക്തവും യോജിപ്പുള്ളതുമാണെങ്കിൽ അത് സ്വാഭാവികമായും അതേ തരംഗത്തിൽ സ്പന്ദിക്കുന്ന സാഹചര്യങ്ങളെയും ആളുകളെയും അനുഭവങ്ങളെയും ആകർഷിക്കാൻ തുടങ്ങും. പരമഹംസ യോഗാനന്ദൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ പ്രപഞ്ചം ഊർജം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ആ ഊർജം ബോധമുള്ളതാണ്. അത് ഭൗതികമല്ല, മറിച്ച് പ്രതികരിക്കുന്നതാണ്. ഈ പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോടല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരികാവസ്ഥയോടാണ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ ബോധം ഉള്ളിൽ കുഴപ്പത്തിലാണെങ്കിൽ, ഭയം, ദേഷ്യം, അത്യാഗ്രഹം, വൈരുദ്ധ്യം എന്നിവയാൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല വാക്കുകൾ ആവർത്തിച്ചാലും ആ പ്രകമ്പനങ്ങൾ പ്രപഞ്ചത്തിനു മുന്നിൽ പൊരുത്തപ്പെടാത്തതായിരിക്കും. എന്നാൽ നിങ്ങളുടെ ബോധം ശാന്തവും ശുദ്ധവും ഏകാഗ്രവുമാണെങ്കിൽ നിങ്ങളുടെ മൗനം പോലും പ്രപഞ്ചത്തോട് സംവദിക്കാൻ കഴിയും. ഈ സംവാദം മൗനത്തിലാണ് നടക്കുന്നത്, മനസ്സിന്റെ ഭാഷയിലല്ല. സൈലന്റ് വൈബ്രേഷൻ ഓഫ് ഇന്റന്റ്. ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യോഗാനന്ദൻ അനുഭവിച്ചത് സൃഷ്ടി ഒരു വലിയ സംഗീതമാണ്, ഒരു കോസ്മിക് ഹാർമണി, പ്രപഞ്ചത്തിന്റെ യോജിപ്പ്. മനുഷ്യന്റെ ബോധം ഈ സംഗീതത്തിന്റെ സ്വരത്തോട് യോജിക്കുമ്പോൾ അവൻ പ്രപഞ്ചത്തിന്റെ താളത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ജീവിതമൊരു പോരാട്ടമല്ല, മറിച്ച് ഒരു എളുപ്പമുള്ള യാത്രയായി മാറുന്നു. നിങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല, എന്നിട്ടും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. കാരണം നിങ്ങൾ താളബദ്ധനായി കഴിഞ്ഞു. നിങ്ങൾ സ്വയം പ്രപഞ്ചത്തിന്റെ ശബ്ദമായി മാറി. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ബോധത്തെ എങ്ങനെ പ്രപഞ്ചത്തോട് യോജിച്ചു നിൽക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഒന്നാമത്തെ പടി ഏകാഗ്രതയാണ്. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഏകാഗ്രത കോസ്മിക് ബോധത്തിന്റെ ആദ്യത്തെ വിളക്കാണ്. നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്യത്തിലോ ചിന്തയിലോ വികാരത്തിലോ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ബോധത്തിന്റെ ശക്തി ചിതറിപ്പോകുന്നില്ല. അത് ഒരു തീവ്രമായ രശ്മി പോലെ നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുവിനെ സ്പർശിക്കുന്നു. ഇത് സാധാരണ മനഃശാസ്ത്രത്തിന്റെ പരിമിതികൾക്കപ്പുറമുള്ള ഒരു ശക്തിയാണ്. നിങ്ങൾ വെറുതെ കാണുകയല്ല, നിങ്ങൾ ആ വസ്തുവിന്റെ ആന്തരിക പ്രകമ്പനവുമായി ഒന്നായി മാറുന്നു. രണ്ടാമത്തെ പടി ധ്യാനത്തിന്റെയും മൗനത്തിന്റെയും പരിശീലനമാണ്. നമ്മൾ നിരന്തരം പുറംലോകത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ബോധം മറ്റുള്ളവരുടെ ഊർജ്ജത്താൽ മലിനമായിക്കൊണ്ടിരിക്കുന്നു. പരസ്യങ്ങൾ, വാർത്തകൾ, സംഭാഷണങ്ങൾ ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സിലുള്ള ചിന്തകളുടെ ശേഖരമുണ്ടാക്കുന്നു. ധ്യാനം ഈ പാളികളെല്ലാം നീക്കം ചെയ്യുന്നു. പരമഹംസ യോഗാനന്ദന്റെ ക്രിയായോഗ രീതി ശ്വാസം നിയന്ത്രിക്കാൻ മാത്രമുള്ളതല്ല, ഇത് ബോധത്തെ സ്വയം കേന്ദ്രത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ്. ഒരു സാധകൻ മൗനത്തിലേക്കിറങ്ങുമ്പോൾ അവന്റെ ഊർജ്ജം ഉള്ളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. അപ്പോൾ അവന്റെ ബന്ധം സൃഷ്ടിയെ ചലിപ്പിക്കുന്ന ആ വലിയ ഊർജ്ജവുമായുണ്ടാകുന്നു. മൂന്നാമത്തെ പടി ആന്തരിക യോജിപ്പാണ്. ഉള്ളിൽ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോൾ ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഉള്ളിൽ വിശ്വാസമില്ല. ഞാൻ സ്നേഹം ആഗ്രഹിക്കുന്നു, എന്നാൽ ഉള്ളിൽ അരക്ഷിതാവസ്ഥയാണ്. അപ്പോൾ ബോധത്തിൽ രണ്ട് വിപരീത പ്രവാഹങ്ങൾ നിലനിൽക്കുന്നു. ഈ വൈരുദ്ധ്യം പ്രപഞ്ചത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹമെന്താണെന്നതിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് യോഗാനന്ദൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണനാകുക. ചിതറിയ മനസ്സ് ചിതറിയ ഫലങ്ങളെ ആകർഷിക്കുന്നു. മനസ്സും വികാരവും ആത്മാവും ഒരേ ദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ ബോധത്തിന്റെ ശക്തി മൂന്നിരട്ടിയാകുന്നു. ഈ നിമിഷത്തിലാണ് നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥയും ഒരുപോലെയാകാൻ തുടങ്ങുന്നത്. ഇനി നമുക്ക് പ്രപഞ്ചപരമായ യോജിപ്പിനെക്കുറിച്ച് സംസാരിക്കാം. സൃഷ്ടി ഒരു യാന്ത്രിക വ്യവസ്ഥയല്ല. ഇത് ആഴമേറിയതും മനോഹരവും പരസ്പര ബന്ധമുള്ളതുമായ ബോധത്തിന്റെ തരംഗങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഓരോ നക്ഷത്രവും ഓരോ മരവും ഓരോ ശ്വാസവും ഓരോ ചിന്തയും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. യോഗാനന്ദൻ പറയുന്നു, നിങ്ങളൊരു വേറിട്ട വ്യക്തിയല്ല, നിങ്ങൾ ദൈവത്തിന്റെ പ്രപഞ്ച ശരീരത്തിലെ ഒരു കോശമാണ്. നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സാർവത്രികമായി തീരുന്നു. ഞാൻ മാത്രം വിജയിച്ചാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല, മറിച്ച് ഞാൻ അങ്ങനെയാകണം, എന്റെ മാധ്യമത്തിലൂടെ പല ആളുകൾക്കും ഉണർവുണ്ടാകണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇതാണ് യോജിപ്പ്. നിങ്ങളുടെ ബോധം പ്രപഞ്ചത്തിന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആകർഷണശക്തി ഉപയോഗിക്കുന്നത് വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കു വേണ്ടി മാത്രമല്ല, സൃഷ്ടിക്കു വേണ്ടിയാണ്.
ഈ തലത്തിലുള്ള ബോധത്തിലെത്തുന്ന ഒരു സാധകന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. എന്തെങ്കിലും രഹസ്യമായ രീതി ഉപയോഗിച്ചതുകൊണ്ടല്ല, മറിച്ച് അവൻ സൃഷ്ടിയുടെ മൂലത്തിലുള്ള ആ പ്രകമ്പനത്തിന്റെ ഭാഗമായി മാറിയതുകൊണ്ടാണ്. നിങ്ങൾ സ്വയം സ്നേഹവും വിശ്വാസവും സമർപ്പണവുമായി മാറുമ്പോൾ അതേ ഗുണമുള്ളതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു. പ്രപഞ്ചം നിങ്ങളുടെ അവസ്ഥയുടെ കണ്ണാടി മാത്രമാണ്. അകത്തെങ്ങനെയോ അതുപോലെ പുറത്തും. യോഗാനന്ദൻ പറയുന്നു, ബോധത്തിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ ഉപയോഗം എന്തെങ്കിലും ആകർഷിക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെ ഓർത്തെടുക്കുക എന്നതാണ്. നിങ്ങൾ വെറും ശരീരമോ ചിന്തകളോ വികാരങ്ങളോ അല്ല, മറിച്ച് ബോധം തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ബോധം ഒരിക്കലും നിലയ്ക്കാത്ത, ഒരിക്കലും ശൂന്യമല്ലാത്ത ആ ബ്രഹ്മബോധവുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ ആകർഷണം ഒരു സ്വാഭാവിക സംഭവമായി മാറുന്നു. അപ്പോൾ നിങ്ങൾ ഞാനിത് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നില്ല, മറിച്ച് ഇത് എന്റെ ബോധത്തിൽ ഇതിനകം തന്നെ നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യമനസ്സിന് ഒരു അത്ഭുതകരമായ കഴിവുണ്ട്, ഭാവന. ഇതിന്റെ ബലത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, പദ്ധതികളുണ്ടാക്കുന്നത്, ചിത്രങ്ങൾ വരയ്ക്കുന്നത്, നമ്മുടെ ഭാവിയുടെ സാധ്യതകളെ രൂപപ്പെടുത്തുന്നത്. ആധുനിക ലോ ഓഫ് അട്രാക്ഷൻ രീതികൾ നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നതിതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൃശ്യവൽക്കരിക്കുക, അതായത് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു ചിത്രമുണ്ടാക്കുക. അത് ഇതിനകം തന്നെ പൂർണ്ണമായി എന്ന് കരുതി വീണ്ടും വീണ്ടും മനസ്സിൽ കാണുക. പരമഹംസ യോഗാനന്ദൻ ഇതിൽ നിന്ന് ഒരു പടി മുന്നോട്ടു പോകുന്നു. അദ്ദേഹം പറയുന്നു, ഭാവന ഒരു നല്ല തുടക്കമാണ്, എന്നാൽ അനുഭൂതി, അതായത് റിയലൈസേഷൻ, അതിന്റെ ഉന്നതിയാണ്. ഭാവന വെറും മനസ്സിന്റെ ഉപരിതലത്തിലുണ്ടാകുന്നു. ഇത് ഒരു മാനസിക പ്രക്രിയയാണ്, ഒരു ചിത്രം, ഒരു വികാരം, ഒരു ചിന്ത. എന്നാൽ അനുഭൂതി ആത്മാവിന്റെ തലത്തിലാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ വെറും ഭാവന ചെയ്യുമ്പോൾ നിങ്ങളും ആ വസ്തുവും വേർപെട്ടവരായി തുടരുന്നു. നിങ്ങൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങളത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അത് ഈ നിമിഷത്തിൽ തന്നെ സംഭവിക്കുന്നത് പോലെയാണെങ്കിൽ നിങ്ങളും ആ വസ്തുവും ഒന്നായിത്തീരുന്നു. ഈ ഐക്യം പ്രപഞ്ചത്തിന് വ്യക്തമായ സൂചന നൽകുന്നു. നിങ്ങളുടെ ബോധം ഇപ്പോൾ ആ അവസ്ഥയ്ക്ക് തുല്യമാണ്. ആ അവസ്ഥ ഇപ്പോൾ പ്രകടമാകാൻ തയ്യാറാണ്. നിങ്ങൾ സമ്പന്നനാണെന്ന് ഭാവന ചെയ്യുന്നു, എന്നാൽ ഉള്ളിൽ എവിടെയോ ഞാനിപ്പോൾ അങ്ങനെയല്ല, പക്ഷേ അങ്ങനെയാകും എന്നൊരു വികാരമുണ്ട്. ഈ ദ്വൈതബോധം ആകർഷണത്തെ തടയുന്നു. എന്നാൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് ആ സമ്പത്തിന്റെ അനുഭവം ഒരു നാടകം പോലെയല്ലാതെ, മറിച്ച് അത് സത്യമാണെന്ന് കരുതാൻ തുടങ്ങുമ്പോൾ ആ അനുഭവം ബോധത്തിന്റെ ആഴങ്ങളിൽ പതിഞ്ഞുകിടക്കുന്നു. പ്രപഞ്ചത്തിന് വാക്കുകൾ ആവശ്യമില്ല. നിങ്ങളുടെ പ്രകമ്പനത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കും എന്താണ് സത്യം, എന്താണ് അഭിനയമെന്ന്. അപ്പോൾ ചോദ്യമുയരുന്നു, എങ്ങനെയാണ് അനുഭൂതി നേടുന്നത്? യോഗാനന്ദൻ ഇതിന് വളരെ ലളിതമായി ഉത്തരം നൽകുന്നു. ധ്യാനം, മൗനം, ഹൃദയത്തിന്റെ കേന്ദ്രം. നിങ്ങൾ ധ്യാനത്തിലേക്കിറങ്ങിച്ചെന്ന് നിങ്ങളുടെ മനസ്സിന്റെ അസ്വസ്ഥതയെ ശാന്തമാക്കുമ്പോൾ ഭാവന പോലും നിലക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളെത്തുന്നു. വെറും അനുഭവം മാത്രം ബാക്കിയാകുന്നു. ആ നിമിഷത്തിൽ നിങ്ങൾ ബോധത്തിലേക്ക് എന്തു കൊണ്ടുവന്നാലും, അത് സ്നേഹമോ നന്ദിയോ സമർപ്പണമോ പൂർണ്ണതയോ ആകട്ടെ, അത് വെറും ചിന്തയായിരിക്കില്ല. അത് നിങ്ങളുടെ സ്വരൂപമായി മാറും. ബോധത്തിൽ ഒരു ഗുണം സ്ഥിരമാകുമ്പോൾ അത് അതിന്റെ അതേ ഗുണങ്ങളുള്ളതിനെ ഈ ലോകത്തിൽ നിന്ന് ആകർഷിക്കാൻ തുടങ്ങുന്നു. ഇത് സംഗീതത്തിലെ ഒരു രാഗം ഒരു പ്രത്യേക വികാരത്തെ ഉണർത്തുന്നതുപോലെയാണ്. ഒരു സാധകൻ ധ്യാനത്തിലിരുന്ന് ഞാൻ സ്നേഹമുള്ളവനാകണം എന്ന് ചിന്തിക്കുന്നില്ല, മറിച്ച് സ്നേഹത്തിന്റെ അനുഭൂതിയിൽ മുഴുകിപ്പോയാൽ അവൻ വെറും സ്നേഹത്തെ ഭാവന ചെയ്യുകയല്ല, അവൻ സ്വയം സ്നേഹമായി മാറിയിരിക്കുന്നു. ഇതാണ് ആകർഷണത്തിന്റെ ഏറ്റവും ഉയർന്ന തരംഗങ്ങൾ ഉയരുന്ന അവസ്ഥ. ഒരു ഉദാഹരണത്തിലൂടെ ഇത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്ന, സ്വീകരിക്കുന്ന, ആത്മാവിന്റെ ബന്ധമുള്ള ഒരു ജീവിത പങ്കാളിയെ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. നിങ്ങൾ വെറുതെ ആ പങ്കാളിയെ ഭാവന ചെയ്യുകയാണെങ്കിൽ അവരുടെ മുഖത്തിന്റെ ചിത്രമുണ്ടാക്കുന്നു, സംഭാഷണങ്ങളുടെ രംഗങ്ങളുണ്ടാക്കുന്നു. ഇതൊരു തുടക്കമാകാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒറ്റപ്പെടലിന്റെ വികാരമുണ്ടെങ്കിൽ, അരക്ഷിതാവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ പൂർണ്ണനാകുക എന്ന ചിന്തയുണ്ടെങ്കിൽ, നിങ്ങൾ പ്രപഞ്ചത്തിന് ഈ സൂചനയാണ് നൽകുന്നത്, ഞാനിപ്പോൾ അപൂർണനാണ്. പ്രപഞ്ചം നിങ്ങളുടെ നിലവിലെ ബോധത്തെ പ്രതിഫലിക്കുന്നതിനാൽ ആ അപൂർണതയെ വീണ്ടും വീണ്ടും തിരികെ നൽകും. എന്നാൽ നിങ്ങളുള്ളിൽ ഈ അനുഭൂതിയിൽ മുഴുകിപ്പോവുകയാണെങ്കിൽ, ഞാൻ പൂർണ്ണനാണ്, സ്നേഹത്തിന്റെ ഊർജം എന്നിൽ ഇതിനകം ഒഴുകുന്നുണ്ട്, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ സ്നേഹത്തിന് തുല്യമായ ബോധം നിർമ്മിക്കുകയാണ്. അപ്പോൾ ആ ജീവിത പങ്കാളി വെറുതെ ആകർഷിക്കപ്പെടുകയല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ വരും. കാരണം നിങ്ങളുടെ ബോധവും അവരുടെ ബോധവും ഇപ്പോൾ ഒരേ തരംഗത്തിലാണ്. ഇതാണ് അനുഭൂതിയുടെ ശാസ്ത്രം. യോഗാനന്ദൻ ഇതിനെ ആക്റ്റീവ് റിയലൈസേഷൻ എന്ന് വിളിക്കുന്നു. അതായത് ഒരു സജീവമായ, ജീവനുള്ള അനുഭവം. അത് വെറും ധ്യാനത്തിൽ മാത്രമല്ല, ഓരോ നിമിഷത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും ചിന്തയിലും കാഴ്ചപ്പാടിലും പ്രകടമാകുന്നു. നിങ്ങൾ സമ്പത്തിന്റെ അനുഭൂതിയിലാണെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റവും ഉദാരമായിരിക്കും. നിങ്ങളുടെ നടത്തത്തിൽ ആത്മവിശ്വാസമുണ്ടാകും, നിങ്ങളുടെ ഊർജ്ജത്തിൽ സ്ഥിരതയുണ്ടാകും. ഇത് അഭിനയമല്ല, ഇത് ബോധത്തിന്റെ പക്വമായ അവസ്ഥയാണ്. ഇനി ചില ആഴമേറിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. അനുഭൂതിക്ക് വെറും കാഴ്ച മാത്രമല്ല, ശരീരത്തിന്റെ സംവേദനയും ആവശ്യമാണ്.
യോഗാനന്ദൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഒരു ഗുണമോ അവസ്ഥയോ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ വെറും ചിന്തിക്കരുത്, അതിനെ അനുഭവിക്കുക. നിങ്ങൾ ആരോഗ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധ്യാനത്തിലിരുന്ന് ആ ഊർജ്ജം നിങ്ങളുടെ നട്ടെല്ലിൽ, ഹൃദയത്തിൽ, രക്തത്തിൽ ഒഴുകുന്നത് അനുഭവിക്കുക. നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മൃദുവായ ചൂട് അനുഭവിക്കുക, ഒരു പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം പോലെ. ഇത് ശരീരത്തിന്റെ ബോധത്തെയും ആകർഷണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നു. നിങ്ങളുടെ മുഴുവൻ അസ്തിത്വവും ആ അനുഭൂതിയിൽ മുഴുകുമ്പോൾ എന്തു പ്രകടമാകണം എന്നതിനെക്കുറിച്ച് പ്രപഞ്ചത്തിന് യാതൊരു സംശയവുമില്ല. ശ്രദ്ധിക്കുക, അനുഭവം ഭാവിയുടെ പ്രതീക്ഷയിൽ ഉണ്ടാകുന്നതല്ല, അത് ഈ നിമിഷത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യോഗാനന്ദൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇപ്പോൾ ജീവിക്കുക പൂർണ്ണതയുടെ രാജ്യത്തിൽ. ഭാവിയുടെ പ്രതീക്ഷയാൽ ആകർഷണം ദുർബലമാകുന്നു, എന്നാൽ വർത്തമാനകാലത്തിന്റെ അനുഭൂതിയാൽ അത് ശക്തമാകുന്നു. ഇപ്പോൾ നമ്മൾ ആ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം. അനുഭൂതി വളരെ ശക്തമാകുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു ആഗ്രഹത്തെയും മുൻകൂട്ടി അനുഭവിക്കാൻ കഴിയും. അത് പിന്നീട് ഭാവിയിൽ ഒരു വസ്തുവായി മാറുന്നു. ഇതിനെയാണ് യോഗാനന്ദൻ പ്രത്യക്ഷ സത്യം എന്ന് വിളിക്കുന്നത്. ഒരു സാധകൻ ഒരവസ്ഥയെ അത്രയധികം ആഴത്തിൽ അനുഭവിക്കുമ്പോൾ അവനു പുറം ലോകത്തിന്റെ ആവശ്യമില്ലാതാകുന്നു. ആ അനുഭവം ഉടൻ തന്നെ സൃഷ്ടിയിൽ രൂപം കൊള്ളാൻ തുടങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നത് കാണുമ്പോൾ ആഗ്രഹിക്കുന്നത് മാത്രം പോരാ, മറിച്ച് ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ മുഴുവൻ അസ്തിത്വവും മാറ്റേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരമഹംസ യോഗാനന്ദൻ തന്റെ ആഴമേറിയ അനുഭവങ്ങളിലൂടെയും ആത്മജ്ഞാനത്തിലൂടെയും ഇത് വ്യക്തമാക്കുന്നു. ഒരു വസ്തുവിനോ അവസ്ഥയ്ക്കോ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ എന്നാൽ തന്റെ മനസ്സിലും ഹൃദയത്തിലും പ്രവൃത്തികളിലും ആ മാറ്റം സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അയാൾ വിജയം നേടുന്നതിൽ പരാജയപ്പെടുന്നു. മനുഷ്യന്റെ മുഴുവൻ സൃഷ്ടിയും അവന്റെ ആന്തരികമായ സ്വത്വത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഊർജ്ജത്തിൽ നിന്നും ബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. നമ്മൾ നമ്മളെത്തന്നെ നമ്മുടെ ആഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ സ്വരൂപമായി മാറ്റുന്നതുവരെ പ്രപഞ്ചം നമ്മളെ ആ അവസ്ഥയിൽ സ്വീകരിക്കുന്നില്ല. ഇതിനർത്ഥം നമ്മൾ സമ്പത്തോ ആരോഗ്യത്തോ സ്നേഹമോ വിജയമോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ആ അവസ്ഥയുടെ ഊർജ്ജവും അതിന്റെ വികാരങ്ങളും അതിന്റെ ശക്തിയും നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായി സ്വീകരിക്കണം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ബാഹ്യവസ്തുക്കളിലോ സാഹചര്യങ്ങളിലോ മാത്രം ഒതുങ്ങുമ്പോൾ അവ പലപ്പോഴും അപൂർണമായി തുടരുന്നു. കാരണം അവ അവന്റെ സ്വത്വത്തിന്റെ ഭാഗമാകുന്നില്ല. എന്നാൽ ഒരു വ്യക്തി തന്റെ മനസ്സിന്റെ ആഴത്തിൽ നിന്ന് താൻ തന്റെ ആഗ്രഹത്തിന്റെ പൂർണ്ണതയാണെന്ന് വിശ്വസിക്കുമ്പോൾ അവന്റെ മുഴുവൻ അസ്തിത്വവും ആ മാറ്റം സ്വീകരിക്കുന്നു. അവന്റെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും ജീവിതദിശയും അതിനനുസരിച്ച് മാറുന്നു. ഇത് സാധ്യമാകുന്നത് മനുഷ്യൻ അവന്റെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ, അവന്റെ ഉള്ളിലെ നെഗറ്റീവ് വികാരങ്ങളെ ശാന്തമാക്കുമ്പോൾ, അവന്റെ ആത്മാവിന്റെ യഥാർത്ഥ രൂപത്തെ തിരിച്ചറിയുമ്പോൾ ആണ്. പരമഹംസ യോഗാനന്ദന്റെ പഠിപ്പിക്കലുകളുടെ അടിസ്ഥാനമായ ധ്യാനം ഈ ആത്മപരിശോധനയുടെയും ആത്മബോധത്തിന്റെയും പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നു. നമ്മൾ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലെ ശാന്തിയുടെയും ബോധത്തിന്റെയും ഉറവിടവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും അനുഭവങ്ങളും ഒരു പുതിയ ദിശ കണ്ടെത്തുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ വെറും ഭാവന ചെയ്യുകയല്ല, മറിച്ച് ആ ഭാവനയെ നമ്മുടെ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാക്കുന്നു. ഈ രീതിയിൽ നമ്മുടെ അസ്തിത്വം പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാറുന്നു. മനുഷ്യൻ അവന്റെ ഉള്ളിലെ ഊർജ്ജത്തെ മാറ്റുമ്പോൾ അവന്റെ ശരീരവും അവന്റെ ഭാഷയും അവന്റെ പ്രവൃത്തികളും അവന്റെ പെരുമാറ്റവും സ്വയം ആ പുതിയ ഊർജ്ജത്തിനനുസരിച്ച് മാറാൻ തുടങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് വെറും ചിന്തിക്കുന്നത് മാത്രം പോരാ, മറിച്ച് പൂർണ്ണമായ അർപ്പണത്തോടും സമർപ്പണത്തോടും കൂടി ആ മാറ്റത്തിനുവേണ്ടി നമ്മളെത്തന്നെ തയ്യാറാക്കണം. സമർപ്പണം എന്നുള്ളത് അഹംഭാവത്തെ നശിപ്പിക്കുകയും ആത്മാവിന്റെ യഥാർത്ഥ രൂപത്തെ പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ്. ഒരു മനുഷ്യൻ തന്റെ അഹംഭാവം ഉപേക്ഷിച്ച് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയിലും സ്നേഹത്തിലും സ്വയം അർപ്പിക്കുമ്പോൾ അവൻ സമാനതകളില്ലാത്ത ശാന്തിയും ശക്തിയും അനുഭവിക്കുന്നു. അതവനെ ഏതൊരു സാഹചര്യത്തിലും നിലകൊള്ളാനും അവന്റെ ലക്ഷ്യം നേടാനും സഹായിക്കുന്നു. ഈ പ്രക്രിയയിൽ ബാഹ്യമായ മാർഗങ്ങളെ ആശ്രയിച്ചതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. കാരണം യഥാർത്ഥ മാറ്റം ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ, നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ഊർജ്ജം കൊണ്ട് നിറയ്ക്കുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളിൽ ബോധവാന്മാരാകുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉടമകളായിത്തീരുകയുള്ളൂ. ധ്യാനത്തിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് എത്തുന്നു. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെയും സ്നേഹത്തെയും നമ്മൾ ഉണർത്തുന്നു. ഈ ശക്തി നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നൽകുന്നു. എന്നാൽ ഇതിന് ആവശ്യമായത് നമ്മുടെ ഉള്ളിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുക എന്നതാണ്. നമ്മുടെ പഴയ ശീലങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ, ഭയം എന്നിവ നമ്മളെ യഥാർത്ഥ മാറ്റത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് അവയെ ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നമ്മളെ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ, നമ്മുടെ സ്വത്വത്തെ പൂർണ്ണമായും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ അസ്തിത്വവും മാറ്റത്തിന്റെ പ്രക്രിയയിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനൊപ്പം നമ്മുടെ പ്രവൃത്തികളിലും മാറ്റം വരുന്നു. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ
നമ്മുടെ ചിന്തകൾക്കും അനുഭവങ്ങൾക്കും അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണത നേടാൻ കഴിയില്ല. അതുകൊണ്ട് ധ്യാനം, ആത്മപരിശോധന, ശരിയായ പ്രവൃത്തികൾ എന്നിവയുടെ സംയോജനം വളരെ പ്രധാനമാണ്. സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്റെ പെരുമാറ്റത്തിൽ കാഠിന്യം കാണിക്കുകയാണെങ്കിൽ അവന് സ്നേഹം ലഭിക്കില്ല. അതുപോലെ വിജയം ആഗ്രഹിക്കുന്ന ഒരാൾ അലസതയിലും നിരാശയിലും മുഴുകിയിരിക്കുകയാണെങ്കിൽ അയാൾക്കൊരിക്കലും വിജയം അനുഭവിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ പുതിയ അസ്തിത്വത്തിന് അനുസരിച്ച് മാറ്റണം. ഈ പ്രക്രിയയിൽ നമ്മൾ പതിയെ പതിയെ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിന്റെ ഉറവിടമായ ആ ഉന്നത ബോധവുമായി ബന്ധപ്പെടുന്നു. നമ്മൾ ആ ബോധത്തെ നമ്മുടെ ഉള്ളിൽ ഉണർത്തുമ്പോൾ നമ്മുടെ ജീവിതം സ്വാഭാവികമായും മാറാൻ തുടങ്ങുന്നു. നമുക്ക് കൂടുതൽ ശാന്തിയും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നു. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു പുതിയ ഊർജ്ജമുണ്ടാകുന്നു. അത് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നു. എന്നാൽ ഈ മാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, മറിച്ച് ഒരു തുടർച്ചയായ പരിശീലനത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രക്രിയയാണ്. ദിവസേനയുള്ള സാധന, നമ്മുടെ ചിന്തകളിന്മേലുള്ള നിയന്ത്രണം, നമ്മുടെ പ്രവൃത്തികളിലുള്ള ജാഗ്രത എന്നിവ ഈ മാറ്റത്തിന് ആവശ്യമായ ഉപകരണങ്ങളാണ്. ഇവയില്ലാതെ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ മാറ്റാൻ കഴിയില്ല. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ, മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുക, നമ്മുടെ ജോലികൾ പൂർണ്ണമായ അർപ്പണത്തോടെ ചെയ്യുക, നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് വികാരങ്ങൾ കൊണ്ട് നിറയ്ക്കുക എന്നിവ ഈ മാറ്റത്തിന്റെ അടിസ്ഥാനമിടുന്നു. ഈ രീതിയിൽ നമ്മളെത്തന്നെ നമ്മൾ നേടാനാഗ്രഹിക്കുന്ന ആ അവസ്ഥയുടെ സ്വരൂപമായി മാറ്റുന്നു. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് അതേ ഊർജ്ജത്തെ ഉൾക്കൊള്ളുമ്പോൾ പ്രപഞ്ചം അതിന്റെ എല്ലാ വിഭവങ്ങളും നമുക്കായി തുറന്നുതരുന്നു. ഈ ശക്തി ഒരു മാന്ത്രികതയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഉള്ളിലെ ബോധത്തിന്റെയും അവബോധത്തിന്റെയും ഫലമാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ഇതിനുശേഷം നമ്മൾ നമുക്കുവേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായി മാറുന്നു. നമ്മൾ സ്വയം മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും സ്വയം മാറുന്നു. ഇതാണ് അസ്തിത്വത്തിന്റെ യഥാർത്ഥ മാറ്റം. അത് പരമഹംസ യോഗാനന്ദന്റെ പഠിപ്പിക്കലുകളുടെ സാരമാണ്. ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ക്ഷമയും വിശ്വാസവും ആവശ്യമാണ്. കാരണം മാറ്റത്തിന്റെ പ്രക്രിയ പതിയെയാണ്, എന്നാൽ അത് സ്ഥിരമായിരിക്കും. നമ്മൾ നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ നിരന്തരം പോഷിപ്പിക്കണം. നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്തണം. നമ്മുടെ പ്രവൃത്തികളെ ജാഗ്രതയോടെ ചെയ്യണം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമ്മളെത്തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപം നൽകുന്നു. ഇത് വെറും ആഗ്രഹപൂർത്തീകരണമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സമ്പന്നതയുടെയും ശാന്തിയുടെയും സന്തോഷത്തിന്റെയും മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഈ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തെ എല്ലാം സാധ്യമാക്കുന്ന ആ ഉന്നത ബോധത്തിനനുസരിച്ച് മാറ്റുക. ഇങ്ങനെ സ്വയം എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളായിത്തീരുക. ഇതൊരു ചിന്തയോ വികാരമോ മാത്രമല്ല, മറിച്ച് ഒരു പൂർണ്ണമായ ജീവിത കാഴ്ചപ്പാടും ആചാരവുമായി മാറുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ യഥാർത്ഥ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെയും ആഴമേറിയതുമായ തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മളെത്തന്നെ പൂർണ്ണമായി സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ദിവ്യത്വത്തെ തുറന്നുവിടുകയും ചെയ്യുക എന്നതാണ്. പരമഹംസ യോഗാനന്ദൻ നമ്മളെ പഠിപ്പിച്ചത് യഥാർത്ഥ മാറ്റവും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും സാധ്യമാകുന്നത് നമ്മുടെ അസ്തിത്വത്തിന്റെ എല്ലാ വശങ്ങളെയും ഒരു എതിർപ്പുമില്ലാതെ സ്വീകരിക്കുമ്പോഴാണ്. ഈ സ്വീകാര്യത ബാഹ്യ സാഹചര്യങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ എല്ലാ വികാരങ്ങൾക്കും ചിന്തകൾക്കും അനുഭവങ്ങൾക്കും കൂടിയുള്ളതാണ്. നമ്മൾ നമ്മളെത്തന്നെ പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു. അതേ സ്നേഹത്തോടെ നമ്മൾ പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നു. ഈ സ്നേഹം ഒരു അതിരുകളില്ലാത്ത ഊർജ്ജമാണ്. അത് നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നു. എല്ലാ കാര്യങ്ങളുടെയും മൂലകാരണമായ ആ ദിവ്യബോധവുമായി നമ്മളെ ഒന്നാക്കി മാറ്റുന്നു. പലപ്പോഴും നമ്മുടെ കുറവുകൾ, തെറ്റുകൾ അല്ലെങ്കിൽ കഴിഞ്ഞകാല അനുഭവങ്ങൾ കാരണം നമ്മളെത്തന്നെ കുറ്റക്കാരായി കാണുന്നു. എന്നാൽ യോഗാനന്ദൻ പറയുന്നു, ഈ വികാരങ്ങളെല്ലാം മിഥ്യാബോധത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഉൽപ്പന്നങ്ങളാണ്. അവ നമ്മളെ നമ്മുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് അകറ്റുന്നു. നമ്മൾ ഈ തടസ്സങ്ങളെ ഉപേക്ഷിച്ച് നമ്മുടെ ഉള്ളിലെ സത്യം കാണുമ്പോൾ നമ്മൾ അപാരമായ സ്നേഹത്തിനും ശാന്തിക്കും സന്തോഷത്തിനും അർഹരാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ആത്മസ്വീകാര്യത നമുക്ക് ആഴത്തിലുള്ള ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളിയെയും ക്ഷമയോടും ആവേശത്തോടും കൂടി നേരിടാൻ നമ്മളെ സഹായിക്കുന്നു. ഇതുകൂടാതെ നമ്മൾ എത്ര ഭാവന ചെയ്താലും ശ്രമിച്ചാലും നമ്മുടെ മനസ്സും അസ്തിത്വവും എപ്പോഴും ഒരു പോരാട്ടത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മളെത്തന്നെ പൂർണ്ണമായി സ്വീകരിക്കുക, നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുക, നമ്മുടെ ദിവ്യത്വത്തെ തിരിച്ചറിയുക. ഇതാണ് നമ്മളെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നയിക്കുന്ന അവസാനത്തെ പടി. ഈ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ഉള്ളിലെ ദിവ്യത്വത്തെ പ്രകടിപ്പിക്കാനുള്ള വഴികൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തെയും നമ്മൾ ബഹുമാനിക്കേണ്ടത്. അത് സുഖമുള്ളതായാലും ദുഃഖമുള്ളതായാലും, കാരണം അവയെല്ലാം നമ്മളെ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തോടടുപ്പിക്കുന്നു.
ഈ രീതിയിൽ ദിവ്യത്വം തുറന്നുവരുന്നത് നമ്മൾ വെറുമൊരു പരിമിതമായ മനുഷ്യനല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ അനന്തമായ ബോധത്തിന്റെ അവിഭാജ്യമായ ഭാഗമാണെന്ന് അനുഭവിക്കാൻ സഹായിക്കുന്നു. ഈ അനുഭവം നമുക്ക് പൂർണ്ണതയുടെ ഒരു അനുഭൂതി നൽകുന്നു,